ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോഴിന്ന് ചിക്കൻ വെച്ച് ഉണ്ടാക്കാൻ പറ്റും നല്ലൊരു അച്ചാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. ഒരു വെറൈറ്റി രീതിയിലാണ് ഉണ്ടാക്കുന്നത്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനു മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്തേക്കണേ. കൂടെ കാണുന്ന ബെല്ലൈക്കുള്ള ഓള് തന്നെ ഒന്ന് മറക്കാതെ അമർത്തിയേക്കണേ. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. പായോ. അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഏകദേശം 1 കിലോയോളം ചിക്കൻ എടുത്തിട്ടുണ്ട്. അല്ലാണ്ട് അത്യാവശ്യം ചെറുതായിട്ടാണ് ഒന്ന് അരിഞ്ഞെടുത്തേക്കുന്നത്. അത് ഈ ഒരു സൈസിനാണ് അരിഞ്ഞേക്കുന്നത്. ഇനി ഇത് ഫ്രൈ ആക്കുമ്പോഴേക്കും കുറച്ചും കൂടെ അങ്ങ് ചുരുങ്ങും. അപ്പോൾ ഈ ഒരു സൈസിന് എടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് മസാല ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി ഒരു 2 ടേബിൾ സ്പൂണോളം മുളക് പൊടി, അത്യാവശ്യം നല്ല കളറുള്ള കാശ്മീരി മുളക് പൊടിയാണ് എടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് ചേർക്കുന്നത്. ഇനി ഇതെല്ലാം കൈവച്ച് തന്നെ നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഞാനിതിലേക്ക് വെള്ളമൊന്നും ചേർക്കുന്നില്ല, കാര്യം ചിക്കനകത്ത് തന്നെ കുറച്ച് മോയിസ്റ്റ് ആയിട്ട് കുറച്ച് വെള്ളത്തിൻ്റെ അംശം ഉള്ളത് കൊണ്ട് ഞാൻ വെള്ളമൊന്നും എക്സ്ട്രാ ചേർക്കുന്നില്ല. നിങ്ങൾക്ക് കുറച്ച് ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ അല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം നല്ലപോലെ അങ്ങോട്ട് മസാല തേച്ച് പിടിപ്പിക്കാം. ഇപ്പോൾ അതാണ് ഞാൻ നല്ലപോലെ ഒന്ന് മസാല ഒന്ന് തേച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരമണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഫ്രീസറിലൊക്കെ ഒന്ന് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് അങ്ങ് റെഡിയാവും. അപ്പോൾ ഇതൊന്ന് അവിടെ ഇരിക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് ചെറിയൊരു മസാല ഒന്ന് തയ്യാറാക്കണം. അതിനൊരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇനി 1 ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 3 ടീസ്പൂണോളം കുരുമുളക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങളൊരു ടേബിൾ സ്പൂണിലൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂണൊക്കെ ചേർത്താൽ മതി. ഇനി ഒരു 2 ടേബിൾ സ്പൂണോളം മല്ലി ചേർത്ത് കൊടുക്കാം. ഇനി അത്യാവശ്യം ഒരു മീഡിയം സൈസിന് ഒരു പട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 4 ഗ്രാമ്പു ചേർത്ത് കൊടുക്കാം. ഒരു 4 ഏലക്കയും ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ ഒന്നങ്ങ് റോസ്റ്റ് ആക്കി എടുക്കാം. അത്യാവശ്യം ആ മല്ലിയുടെയൊക്കെ ഒരു കളറൊക്കെ ഒന്ന് മാറി വരണം. ആ കടുകൊക്കെ നല്ലപോലെ ഒന്ന് പൊട്ടി വരുന്ന ആ ഒരു സ്റ്റേജൊക്കെ എത്തുമ്പോഴേക്കും നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പം ഇത് ഒരു ചെറിയ തീയിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ആക്കി എടുക്കാം. ഒരുപാടങ്ങ് ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം ലോ ഫ്ലെയിമിലിട്ട് ഒന്നങ്ങ് റോസ്റ്റ് ആക്കിയാൽ മതി. ഇപ്പം കണ്ട ഇതൊന്ന് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു മല്ലിയുടെയൊക്കെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ മനസ്സിലാവും കണ്ടോ, ഒന്ന് റോസ്റ്റ് ആയിട്ടുണ്ട്. നല്ലൊരു മണമൊക്കെ അങ്ങോട്ട് വന്നു തുടങ്ങും. കടുകൊക്കെ നല്ലപോലെ പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ദാണ്ട കണ്ടോ, ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി ഇത് അവിടെ നിന്ന് തണുത്ത് വരട്ടെ. ആ ഒരു സമയം കൊണ്ടേ നമുക്ക് ഈ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഞാനൊരു ഫ്രൈയിങ് പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നല്ലെണ്ണയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സാധാരണ കോക്കനട്ട് ഓയിലും ചെയ്യാം. നല്ലെണ്ണയിൽ അച്ചാറിട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്, അതുകൊണ്ടാണ് നല്ലെണ്ണ യൂസ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ എല്ലാം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതൊരു 3 ബാച്ചായിട്ടാണ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ എല്ലാം ഒന്ന് നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. ചെറിയ പീസസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അങ്ങ് ഫ്രൈ ആയി കിട്ടും. ഇനി ഇതെല്ലാം ഒന്ന് ഇങ്ങനെ ഒന്ന് ഒട്ടിപ്പിടിച്ചിരിക്കുന്നതൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആക്കി എല്ലാം ആ എണ്ണയിലോട്ടൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ ചിക്കൻ ഫ്രൈ ആക്കുന്നതൊന്നും എടുത്തങ്ങനെ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ, കാര്യം എല്ലാവർക്കും ചിക്കനൊക്കെ ഫ്രൈ ആക്കാൻ അറിയാം. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല. അപ്പോഴും ഇതിനി ഒരു സൈഡൊക്കെ ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴേക്കും നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുത്ത് ഒന്ന് എല്ലാ സൈഡും ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് ഞാനൊന്ന് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ സൈഡും ഒന്നങ്ങ് ഫ്രൈ ആക്കി എടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ ഒന്ന് ആയി കിട്ടും. ഇപ്പോൾ കണ്ടോ, ഇതിപ്പോൾ എല്ലാ സൈഡും ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ചിക്കനൊക്കെ നല്ലപോലെ ഒന്ന് ചെറിയ ഇതായിട്ട് മാറിയിട്ടുണ്ട്, അതായത് ഒന്ന് ചുരുങ്ങി വന്നിട്ടുണ്ട്. അപ്പം കണ്ടോ, ഇനി ഈ സമയമാകുമ്പോഴേക്കും നമുക്കിത് എണ്ണയിൽ നിന്ന് അങ്ങോട്ട് കോരി മാറ്റി വയ്ക്കാം. ഇതുപോലെ എല്ലാം ഒന്നങ്ങ് ഫ്രൈ ആക്കി എടുത്താൽ മതി. ഞാൻ ഒരു ബാച്ച് മാത്രമേ കാണിക്കുന്നുള്ളൂ.
ഇപ്പോൾ ദാണ്ട ഇനി അടുത്ത ബാച്ചും കൂടെ ഫ്രൈ ആക്കി എടുത്താൽ മതി. ഇതെല്ലാം ഒന്ന് ഫ്രൈ ആയി കഴിയുമ്പോഴേക്കും നമ്മുടെ സ്പൈസസ് ഒക്കെ ഒന്ന് തണുത്തിട്ടുണ്ടാവും. അതും കൂടെ ഇനി നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഒരു മിക്സിയുടെ ജാറിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി നല്ല തരിതരിയായിട്ട് നല്ല പൊടിയായിട്ട് അങ്ങോട്ട് ഇതൊന്ന് പൊടിച്ചെടുത്ത് കൊണ്ടുവരാം. ഇതുപോലെ നല്ല പോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ അച്ചാറിലേക്ക് കടക്കാം. അച്ചാറുണ്ടാക്കാം. അപ്പോൾ ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചിക്കൻ ഫ്രൈ ആക്കിയ ബാക്കി വന്ന എണ്ണയുണ്ടല്ലോ, അത് തന്നെയാണൊന്ന് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ചും കൂടെ എണ്ണ വേണം തോന്നിയിട്ട് ഞാൻ കുറച്ച് നല്ലെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴേക്ക് ഇതിലേക്കൊരു 10-30ഓളം വെളുത്തുള്ളി അല്ലി ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി അത്യാവശ്യം ഒരു വലിയ സൈസ് ഇഞ്ചി എടുത്തിട്ട് ഒന്ന് നീളത്തിൽ അരിഞ്ഞതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വെളുത്തുള്ളിയൊക്കെ ഒരുപാട് ചേർക്കുമ്പോഴേക്കും നല്ലൊരു ടേസ്റ്റാണ് അച്ചാർ കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ചധികം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം നല്ലപോലെ ഒന്ന് മൂത്ത് വരട്ടെ. ഒന്ന് ജസ്റ്റ് ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കാം. വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയൊക്കെ നല്ല പോലെ ഒന്ന് മൂത്ത് വരണം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ ദാണ്ട കണ്ടോ, ഒന്ന് നല്ല പോലെ ഒന്ന് മൂത്തൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴേക്കും നമുക്കിനി ഫ്രൈ ആക്കി വെച്ചേക്കുന്നത് നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ, അതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം വളരെ പെട്ടെന്നാണ്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന നമ്മുടെ മസാല ഉണ്ടല്ലോ, അതും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് എല്ലാം അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ അങ്ങ് മിക്സാക്കി എടുക്കാം. നല്ല പോലെ ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കാം. ശരിക്കും പറഞ്ഞാൽ ബീഫൊക്കെ നമ്മൾ അച്ചാറിട്ടിട്ടുണ്ടാവും. ഈ ചിക്കൻ അധികം അങ്ങനെ ആരും അച്ചാറിട്ടിട്ടുണ്ടാവില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അറിയില്ല, പക്ഷേ ചിക്കൻ ഇങ്ങനെ അച്ചാറിട്ട് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ്. ഇത് എത്ര നാൾ വേണമെങ്കിലും ഇങ്ങനെ ഇരുന്നോളും കേട്ടോ. നല്ല പഴകുന്തോറും നല്ലൊരു ടേസ്റ്റുമാണ്. ഇതുപോലെ നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതിലൊരു 2 പീസ് മതി നമുക്ക് ചോറ് കഴിക്കാൻ. അതിൻ്റെ ആ ഒരു ചാറ് വെച്ചിട്ട്, അതിൻ്റെ ആ ഒരു ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് നല്ലപോലെ ചോറ് കഴിക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഞാനൊന്ന് ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് ഒരു ഇത്തിരി ഉപ്പിൻ്റെ കുറവുള്ളതുപോലെ എനിക്ക് തോന്നിയിട്ട്. അപ്പോൾ നിങ്ങൾ ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. നിങ്ങളുടെ ആ ഒരു പാകത്തിന് ചേർത്താൽ മതി. വീണ്ടും ഒന്നും കൂടെ മിക്സ് ആക്കുന്നുണ്ട്. ഇതുപോലെ നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടീസ്പൂണോളം വിനാഗിരി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പം നിങ്ങളുടെ ഒരു പുളിപ്പിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. വിനാഗിരി ഇല്ലെങ്കിൽ കുറച്ച് നാരങ്ങ നീര് ചേർത്ത് കൊടുത്താലും മതി. ഇനി വീണ്ടും ഒന്നും കൂടെ അങ്ങ് മിക്സാക്കി എടുക്കാം. ഇതുപോലെ നല്ലപോലെ ഒന്ന് അങ്ങ് മിക്സാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ചിക്കൻ അച്ചാർ ഇതുപോലെ ട്രൈ ആക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ആക്കി നോക്കണം കേട്ടോ, എന്തായാലും ഇഷ്ടമാവും. അങ്ങനെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ അച്ചാർ കണ്ടോ, നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നിങ്ങൾക്ക് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലൊക്കെ സൂക്ഷിച്ച് വെക്കാവുന്നേ ഉള്ളൂ. 1 മാസം, 1.5 മാസം, 2 മാസം വരെയൊക്കെ ഇരിക്കും. പഴകും തോറും നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ്. ട്രൈ ആക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.